ഗായ്സ് അപ്പോൾ നമുക്കൊരു ആഫ്റ്റർനൂൺ വ്ളോഗ് കാണാം. ഞാനിത് ഒരു രാവിലെ തൊട്ട് ഒരു 3 മണി വരെ ഈ സംഭവം കുത്തിയിരിക്കുന്നു. ഈ സാധനമാണെങ്കിൽ നടക്കുന്നില്ല, ഒരു കേസിന് ഇതെൻ്റെ അടുത്ത് അടുക്കുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് പോയി കടലിലൊക്കെ പോയി എന്തെങ്കിലും വെച്ച് തിന്ന് കഴിഞ്ഞ് കുറച്ച് സമാധാനം കിട്ടുന്നു. കാരണം എനിക്ക് തീരെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് ഭയങ്കര എന്തോ റിഗ്രറ്റോ ഫ്രസ്ട്രേഷനൊക്കെ ഉണ്ട്. പിന്നെ പരീക്ഷയിൽ അടുത്ത കാലി വന്ന് നിൽക്കുവാണല്ലോ. അപ്പോൾ നമ്മൾ കടയിൽ പോയി എനിക്ക് ഇഷ്ടമുള്ള കുറേ സാധനങ്ങൾ വാങ്ങിച്ചു. അതിൻ്റെ എല്ലാം ബ്രൂ ഞാൻ കഴിച്ചിട്ട് കുറേ കാലം, മീൻസ് കോഫി കുടിച്ചിട്ട് കുറേ കാലമായി. കോഫി ഞാൻ നിർത്തി വെച്ചേക്കാം. കോഫി എനിക്ക് അധികം നല്ലതല്ല, എനിക്ക് അലർജിയൊക്കെ ഉള്ളതുകൊണ്ട് കോഫി കുടിക്കുന്നത് നല്ലതല്ല. അപ്പം ഞാൻ കോഫി നിർത്തി വെച്ചേക്കായിരുന്നു. ഇപ്പോഴാണ് ഞാനത് കുടിക്കുന്നത്. പ്രത്യേകിച്ച് കോൾഡ് കോഫി എനിക്ക് ഭയങ്കര ഇഷ്ടം. ഈ സാധനം ഉണ്ടാക്കാൻ എപ്പോൾ തൊട്ട് ഞാൻ പഠിച്ചു, അപ്പോൾ തൊട്ട് ഞാൻ ഈ സാധനം ഉണ്ടാക്കുന്നത്. ഇത് ഭയങ്കര എക്സ്പേർട്ടാണ് ഞാൻ. അങ്ങനെ എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. ഇപ്രാവശ്യം ഉണ്ടാക്കിയത് അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ ഇരിക്കുമ്പോഴേക്കും അമ്മ എനിക്ക് 3 മണി പലഹാരമായിട്ട് വന്നു. അങ്ങനെ അതും കുറച്ച് കഴിക്കും, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതെന്തോ സാൻഡ്വിച്ചോ അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളൊരു ഇപ്പി ഉണ്ടാക്കി കഴിച്ചു, കുറേ നാളെ ഇപ്പിയും കഴിച്ചിട്ട്. പിന്നെ ഒരു സിനിമയൊക്കെ കണ്ട് ഇപ്പിയൊക്കെ കണ്ട് കഴിച്ചപ്പോഴേക്കും എനിക്ക് കുറച്ച് ഓക്കെ ആയി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കാർത്തിക ദീപം തെളിച്ചു. കാർത്തികയെന്ന് വന്ന് കാർത്തികയ്ക്ക് നല്ല ഓർമ്മയാണ്. ഞാൻ ഒരു ദിവസം ഇങ്ങനെ ദീപം തെളിക്കുമ്പോൾ എൻ്റെ മുടി കത്തിയിട്ടുണ്ട്. ഇങ്ങനെ ചെരാതെടുത്ത് പഠിച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ ചെരാതെ ഇങ്ങനെ എന്തോ കാണിക്കുകയായിരുന്നു. അപ്പം എൻ്റെ മുടി കത്തിയിട്ടുണ്ട്. അതാണ് എൻ്റെ ഏറ്റവും വലിയ കാർത്തിക ഓർമ്മ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, താങ്ക് യു, ടാറ്റ. അടുത്തൊരു വ്ളോഗായിട്ട് വീണ്ടും കാണാം. ബൈ.